ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ കേസിൽ സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറി. അനിൽ പ്രസിഡന്റായിരുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ ക്രമക്കേട് സംബന്ധിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. ഓഡിറ്റ് വിഭാഗത്തിന്റെ സമഗ്ര റിപ്പോർട്ടിലും വൻ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ഇരു റിപ്പോർട്ടുകളും പരിശോധിച്ച് ഉടൻ തന്നെ വകുപ്പ് തുടർ നടപടി സ്വീകരിക്കും. ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള അന്തിമ റിപ്പോർട്ടാണ് ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറിയത്. സഹകരണ സംഘത്തിന്റെ ഇതുവരെയുള്ള വായ്പാ ഇടപാടുകളെയും നടപടികളെയും സംബന്ധിച്ചുള്ള അന്തിമ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന റിപ്പോർട്ടാണ് രജിസ്ട്രാർക്ക് കൈമാറിയത്. അതേസമയം സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ സമഗ്ര റിപ്പോർട്ടും കൈമാറിയതാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ വൻ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഇരു റിപ്പോർട്ടുകളും വകുപ്പ് പരിശോധിക്കും. ശേഷം റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി ഉടൻ സ്വീകരിക്കുമെന്നാണ് സൂചന. അതിനിടെ കൂടുതൽ പേരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അനിലിന്റെ ഓഫീസിലെ ജീവനക്കാരിയുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക ബാധ്യത മൂലം അനിൽ ആത്മഹത്യയുടെ വക്കിലാണെന്നും ചില കൗൺസിലർമാരോട് ഇക്കാര്യം പറഞ്ഞുവെന്നും അനിൽ തന്നോട് പറഞ്ഞിരുന്നുവെന്നായിരുന്നു ജീവനക്കാരി സരിതയുടെ മൊഴി. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. അനിലിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തും. നേരത്തെ നൽകിയ മൊഴിയിൽ മരണം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ല, സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയും മാനസിക സമ്മർദ്ദവുമാണ് കാരണമെന്നായിരുന്നു ഭാര്യ ആശയുടെ പ്രതികരണം. ശേഷം ഫാം ടൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി ജീവനക്കാരുടെയും ബി.ജെ.പി. നേതാക്കളുടെയും കൗൺസിലർമാരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.